നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളുടെ അച്ഛന്റെ ദുർമരണം, ഈ കുടുംബത്തിലെ മൂത്ത മകളുടെ ഒരു കുഞ്ഞിന്റെ മരണം, കാവേരി ചേച്ചിക്ക് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, കവിത ചേച്ചിക്ക് താലി അണിയാനുള്ള ഭാഗ്യക്കേട്, എന്തിന് നിങ്ങൾക്കുണ്ടായ പ്രാണഭീതി. എത്ര തവണയാ മരണത്തിൽ നിന്ന് നിങ്ങൾ തലനാരിഴക്കി രക്ഷപ്പെട്ടത്? ഏറ്റവും ഒടുവില് ചേച്ചിയുടെ ഇന്നത്തെ അവസ്ഥ വരെ മാണിക്യമംഗലത്ത് നിന്ന് വന്നു പതിക്കുന്ന ശാപോ. ദക്ഷയായി ഒന്നും ചെയ്തില്ലെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിക്കുമായിരുന്നു. ഇനി ആ കുടുംബത്തിൽ ഒരു കണ്ണിയോട് പോലും പകവീട്ടാൻ നിങ്ങൾ പോവരുത്. നിങ്ങൾ ജയിക്കില്ല, തോറ്റു പോകത്തേയുള്ളൂ. പോയ ജീവനോടെ നിങ്ങളെ തിരിച്ചു വരില്ല. നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കാം. കെട്ടുകഥകൾ പറഞ്ഞ് നീ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണം. എന്റെ കുടുംബത്തെ പറ്റി ഉത്കണ്ഠപ്പെടാൻ നീ ആരാടി? അമ്മു നിനക്ക് ആരുമല്ലെങ്കിലും അവൾ എണ്ണി പറഞ്ഞതൊക്കെ സത്യമല്ലേടാ. നീണ്ട 19 വർഷങ്ങൾക്ക് ശേഷമല്ലേടാ നിന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നത്. അത്രയും കാലം സ്വന്തം മകനായ നീ പോലും അറിയാതെ അടച്ചിട്ട മുറിക്കുള്ളിൽ ആ മനുഷ്യന്റെ ആത്മാവിനെ ബന്ധിച്ചിട്ടത് നമ്മൾ ചെയ്ത പാവമല്ലേടാ മോനെ. നീ സമ്മതിച്ചു തരണ്ട, പക്ഷെ സത്യം അതാണെന്ന് എനിക്കറിയാം. വേണ്ട, മുകുന്ദന്റെ മകൻ ഒരിക്കൽ കൂടി മാണിക്യമംഗലത്തെ അവസാനത്തെ കണ്ണിക്ക് നേരെ തിരിയാൻ പാടില്ല. അത് ഈ കുടുംബം അവരോട് ചെയ്ത തെറ്റിന്റെ ആഘാതം വർദ്ധിപ്പിക്കാനേ ഉപകരിക്കും. അമ്മ ചെന്ന് ഗൗരി നന്ദനോട് ക്ഷമ പറയാൻ മോനെ. അവരോട് ക്ഷമ പറയാനോ? സ്വാതിയോട് ആ സ്ത്രീ ചെയ്തത് അമ്മയ്ക്ക് മറക്കാനാവോ? ഇനി ഈ കുടുംബത്തിൽ ആർക്കും അപമൃത്തി വന്നു പോകരുത്. പ്രായശ്ചിത്തം അല്ലാതെ മറ്റൊരു പോംവഴി ഇതിനില്ല മോനെ. മാണിക്യമംഗലം അവർക്ക് ഞാൻ വെറുതെ വിട്ടു കൊടുത്തല്ലേ? എല്ലാത്തിനും പിന്നിൽ അവരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ വീട് ഇടിച്ച് നിരത്തിയനെ. ദേ, ഇനി നീ ഒരക്ഷരം ശബ്ദിച്ചു പോകരുത്. നീ എങ്ങനെയാ മോളെ ഗൗരി നന്ദനെ പറ്റി അറിഞ്ഞത്? ഞാൻ ആ വീട്ടിൽ പൂജയ്ക്ക് പോയപ്പോ അവരോട് വന്നു. എന്നിട്ട് നീ അത് എന്നോട് പറഞ്ഞോ? അതിനു മുമ്പ് ചെയ്യേണ്ടതൊക്കെ അവര് ചെയ്തില്ലേ? തറവാട് എഴുതി വാങ്ങിച്ച ശേഷം ഇവിടെയുള്ളവർക്ക് നേരെ തിരിയാനായിരുന്നു അവരുടെ തീരുമാനം. പക്ഷേ ദക്ഷ ഉടനെ അതിന് തയ്യാറാവില്ല. മംഗലശ്ശേരിക്കാരോട് ഇരന്ന് വാങ്ങാതെ തറവാട് പണം കൊടുത്ത് വാങ്ങായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവരെ പരിഹസിച്ചു. അതവർക്ക് തിരിച്ചടിയായി. തറവാടിന്റെ മതിപ്പുവില എങ്ങനെയും അടിച്ചേൽപ്പിക്കുമെന്ന ദക്ഷ അപ്പോ വെല്ലുവിളിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ ആ പണം വാങ്ങരുതെന്ന്. എല്ലാം നേടിയെടുത്തെന്ന അഹങ്കാരം ദക്ഷയിൽ ഉണ്ടായ പിന്നെ അവരെ തടുക്കാൻ കഴിയില്ല. മോനെ, ഇപ്പൊ ഇവിടെ ഇതാരും അറിയരുത്. നീ റൂമിലേക്ക് പോടെ മോനെ. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? കയറിപ്പോ. നീ എന്റെ മോള് തന്നെയാ. എന്റെ കുടുംബം കാത്തുരക്ഷിക്കാൻ ദൈവയച്ചതാ മോളെ നിന്നെ. എന്റെ മോള് ഈ കാലുകൾ കൊണ്ട് എഴുന്നേറ്റ് നടക്കുന്നത് കാണാൻ അച്ഛൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു
മുറിച്ചു കളയാൻ പോകുന്ന കാലുകളെ പറ്റിയാണോ അച്ഛൻ ഈ പറയുന്നത്? അച്ഛാ, മോളെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ അച്ഛ? രക്തയോട്ടം നിലച്ചു കഴിഞ്ഞ എന്റെ ശവത്തിന് തുല്യമല്ലേ? എന്റെ ശരീരത്തിന്റെ പകുതി അവസ്ഥ ഇപ്പൊ അതാ. മരിച്ചുപോയ കാലുകള് മുറിച്ചു കളയാതെ പറ്റുമോ? മോളെ, എന്റെ പൊന്നു മോളെ, ഇങ്ങനൊന്നും പറയരുത്. എഴുന്നേറ്റ് നടക്കുന്നത് അച്ഛന് കാണണം. ഇനിയും അച്ഛന് എന്നെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ എങ്ങനെ കഴിയുന്നു? കാലുകൾ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ മുകളിലേക്കുള്ള രക്തയോട്ടം നിലച്ച് പതിയെ പതിയെ മരിച്ചു പോകുന്ന അച്ഛൻ അറിയില്ല. അരുത് മോളെ, ഇനി നീ പറയുന്നൊന്നും കേൾക്കാനുള്ള ശക്തി അച്ഛനില്ല. അച്ഛൻ ഡോക്ടറിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാനും അവിടെ നിന്നുള്ള വിവരം അറിയാൻ കാത്തിരുന്നതല്ല. വിദേശത്ത് പോയി ചികിത്സിച്ച് പഴയതുപോലെ തിരിച്ചെത്താന്നുള്ള പ്രതീക്ഷയും നമുക്ക് നഷ്ടമായി. അച്ഛാ, കാലുകൾ നഷ്ടമാവാതിരുന്നെങ്കിൽ വീൽ ചെയറിലിരുന്നെങ്കിലും സഞ്ചരിക്കായിരുന്നു. ഇനി എനിക്കതിനും കഴിയില്ല. ഒരു ശരീരത്തിന്റെ നേർപകുതിയായി തീർന്നില്ലേ അച്ഛ? മോളെ, എന്റെ പൊന്നു മോളെ, സഞ്ജുവിന്റെ കഴുത്തില് താലി കെട്ടി തയ്യാറായി നിൽക്കുക. വീൽ ചെയറിലിരുത്തി താലി കെട്ടാന് സഞ്ജുവിന്റെ തീരുമാനം. എനിക്ക് എന്റെ കാലുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരലങ്കാരമായിട്ടെങ്കിലും കാണായിരുന്നു. ഇനി സഞ്ജുവിനെ ഞാൻ അതിന് സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.